ഹലോ, എല്ലാവർക്കും മാസ്റ്റർ ഓഫ് ആർട്സിലേക്ക് വീണ്ടും സ്വാഗതം. അന്നേരം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കണ്ണ് എങ്ങനെ ഈസിയായി വരയ്ക്കാം, എങ്ങനെ വരച്ച് തുടങ്ങാം, ഒരു തുടക്കക്കാർക്ക് എങ്ങനെ അത് കണ്ണ് റിയാലിറ്റി ആയിട്ട് വരയ്ക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അന്നേരം അതിന് വേണ്ടത് ഞാൻ എന്നെടുത്തേക്കുന്ന ഒരു 2B, 5B, 10B, 6B പെൻസിൽസ് ആണ്. അന്നേരം ആ പെൻസിൽസ് എടുത്ത് വെച്ചോണ്ട് പിന്നെ ഒരു ബ്ലെൻഡിങ് സ്റ്റെമ്പ്, മോണോ ഇറേസർ, മെക്കാനിക്കൽ പെൻസിൽ, ഈ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അന്നേരം വീഡിയോയിലേക്ക്. നമുക്ക് ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 2B പെൻസിലാണ്. അത് നമ്മളിതാ ഒരു ചെറിയൊരു ചരിവിലൂടെ നമ്മൾ വരച്ചു കൊടുക്കുക ലൈൻ. അത് കഴിഞ്ഞ് നമ്മളിതാ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു വര കൊടുക്കുക. ഇത് കഴിയുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ കൃഷ്ണമണിക്കകത്ത് എങ്ങനെ വരയ്ക്കണമെന്നുള്ളത്. ആദ്യമായി എല്ലാവരും വരയ്ക്കുന്നത് ഈ ചുമ്മാ ഇവിടുന്ന് ഈ ഒരു സർക്കിൾ അങ്ങ് വരയ്ക്കും. അങ്ങനല്ല ഇത് വേണ്ടത്. നമ്മുടെ കണ്ണ് പീളയുടെ അടിക്കാണ് പോകേണ്ടത്. അന്നേരം നമ്മളിതാ ഈ ഒരു സർക്കിൾ കണ്ടോ, നമ്മുടെ കൃഷ്ണമണി എപ്പോഴും സർക്കിളായിരിക്കും. അന്നേരം എന്താ, നമ്മൾ ഈ ഒരു സർക്കിൾ ഷേപ്പിൽ ആണ് കൃഷ്ണമണി ഇരിക്കേണ്ടത്. കണ്ടോ, നമ്മുടെ എല്ലാവരുടെയും കണ്ണിലെ കൃഷ്ണമണി സർക്കിളാണ്. അന്നേരം കറക്റ്റ് ഒരു സർക്കിളാണ് നമ്മുടെ കൃഷ്ണമണി. ഈ കൃഷ്ണമണിക്ക് പുറമെയാണ് ഈ പീള, നമ്മുടെ ഒരു കണ്ണിന്റെ ഈ പാട കിടക്കുന്നത്. നമ്മൾ അതിനകത്ത് വരുന്ന രീതിയിലാണ് വരയ്ക്കേണ്ടത്. അന്നേരം ഈ വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ അകത്തായിരിക്കണം. അന്നേരം നമ്മൾ ഈ ഒരു സർക്കിൾ കണ്ടോ, ഈ ഒരു സർക്കിളിന്റെ നമ്മളിങ്ങനെ ഇങ്ങനെ കൊടുക്കണം. അതുപോലെ തന്നെ ഇങ്ങനെ കൊടുക്കണം. ഇതുണ്ട്, ഇപ്പൊ ഒരു സർക്കിളാണിത്. ഇതൊരു സർക്കിളാണ്. ഇതാണ് എല്ലാവർക്കും ഉള്ള ഡൗട്ട്. നമുക്ക് ഈ ഭാഗങ്ങളൊന്നും നമുക്ക് വേണ്ട. നമ്മൾ അതങ്ങ് മായ്ച്ചു കളയുക. ഇത് ആർക്കും വരയ്ക്കാൻ അറിഞ്ഞാത്ത ഒരാൾക്ക് പോലും ഇത് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റും. ഷുവറായിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കുക വീട്ടില്. ഉറപ്പായിട്ടും ഇത് ചെയ്യാൻ പറ്റിയിരിക്കും. കണ്ണ് വരയ്ക്കും. ഇത് നമ്മൾ ഇതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ വരച്ച് ലാസ്റ്റ് നിങ്ങളെ കൊണ്ട് ഞാൻ മനുഷ്യരെ വരപ്പിച്ചിരിക്കും. അന്നേരം നിങ്ങൾ ഓരോരുത്തരും ഇത് ഇത്തിരി ഒന്ന് കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് വരയ്ക്കാൻ പറ്റും. കണ്ടിന്യൂസ് നിങ്ങൾ എന്റെ ചാനൽ വരുന്ന വീഡിയോസ് കണ്ട് അത് ചെയ്യുന്നത് പോലെ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനുഷ്യരെ ലാസ്റ്റ് വരയ്ക്കാൻ പറ്റും. ഉറപ്പാണ്. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. എന്നിട്ട് നമ്മൾ ഇതാണ്ട് ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുക. അതിന്റെ നടുക്കൂടി ഇങ്ങനെ ഇടണം കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സർക്കിളിന്റെ ആ ഒരു നമ്മൾ ലൈൻ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണേ. എന്നിട്ട് നമ്മളിതാ ഇവിടുന്ന് നമ്മുടെ ആ കൃഷ്ണമണിക്കകത്തെ ആ ഒരു കറുപ്പ് ഭാഗമാണിത്. എന്നിട്ട് നമ്മളിതാ അതും ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് നമ്മളിതാ ഈ ഭാഗങ്ങൾ നമുക്ക് വേണ്ടാത്തതാണ്. ഇതുണ്ട്, ഈ സർക്കിൾ ഒരിക്കലും ആരും നിങ്ങൾ വരയ്ക്കണമെന്നല്ല പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അത് വേണ്ടാത്തതാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അത് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ അങ്ങ് കറുപ്പിച്ചു കൊടുക്കുക. ഒരു 12Bയോ 10Bയോ ഏതെങ്കിലും ഒരു പെൻസിൽ കൊണ്ട് നമ്മൾ ആ ഒരു ഭാഗം കറുപ്പിച്ചു കൊടുക്കുക. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു 8B പെൻസിലാണ്. അത് കഴിയുമ്പോൾ ഞാൻ എന്തായാലും ഒരു അവസാനം വരുമ്പോഴത്തേക്ക് ഞാനൊരു 12Bയോ 10Bയോ വെച്ച് ഞാനത് ഫുള്ള് കവർ ചെയ്യും. നിങ്ങൾ ആദ്യമേ തന്നെ കൊടുത്തോ, ഒരു 12B വെച്ചങ്ങ് കൊടുത്തോ, 12Bയോ 10Bയോ വെച്ച് കൊടുത്തോ. ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് എനിക്ക് ആ ഒരു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അതാത് രീതി നമ്മൾ കൊടുക്കുകയാണ്. എന്നാലും നിങ്ങൾക്ക് ഓരോ പെൻസിലിന്റെ ഷെയ്ഡിങ്ങും മനസ്സിലാവത്തുള്ളൂ. ഇപ്പൊ കണ്ടോ, അങ്ങനെ കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മളിതാ ഈ മേൽഭാഗം നമ്മളിതാ ഇത്ര ഡാർക്കില് അങ്ങ് വരയ്ക്കണം. അത് കഴിയുമ്പോൾ നമ്മളിതാ ഇവിടെ കണ്ടോ, ഇവിടെയും നമ്മൾ ആ ഒരു ഷെയ്ഡ് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമ്മളിതാ ഇവിടെ
എടുത്തതിന് ശേഷം നമ്മളിതാ നമ്മുടെ ഈ ഒരു ഭാഗം നമ്മൾ ലൈറ്റായിട്ട് ഒരു വര ഇട്ട് കൊടുത്ത് അവിടെ നമ്മൾ കളർ കയറ്റണ്ട, അവിടെ ഒരു വൈറ്റ് കിടന്നോട്ടെ. ഒരു ലുക്കിന് വേണ്ടിയാണ് നമ്മൾ അതങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അതിനുശേഷം നമ്മളിതാ ഈ ഒരു ഭാഗം നമ്മൾ ഡാർക്ക് ഇങ്ങനെ കൊടുത്ത് ഇവിടെ നൈസായിട്ട് നമ്മൾ കൊടുക്കുക. അതിനുശേഷം നമ്മളിതാ ഇവിടെ ഇത്തിരി ഇങ്ങനെ ഒരു ഷെയ്ഡ് കയറ്റി ഇട്ടേക്കുക. ഇവിടെ കുറച്ച് പണിയുണ്ട്, നമ്മളത് ചെയ്യുക. ഇത് കഴിയുമ്പോൾ നമ്മുടെ ഈ പ്യൂപ്പിളുടെ ഈ ഭാഗത്തുനിന്ന് ഒരു ലൈൻ ഇങ്ങോട്ട്, അതുപോലെ തന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ തന്നെ ഇവിടെ നിന്നും ഇതുപോലെ ലൈൻസ് കൊടുക്കുക. അത് കഴിയുമ്പോൾ നമ്മളിതാ ഇതുപോലെ നൈസായിട്ട് കൊടുക്കുക. അത്ര കൂർപ്പിച്ച് കൊടുക്കരുത്, പെൻസിൽ നൈസായിട്ട് പിടിച്ചേ കൊടുക്കാവുള്ളൂ, ഒത്തിരി അങ്ങ് ഡാർക്കാക്കി കൊടുക്കരുത്. അതിനുശേഷം നമ്മളിതാ ഇവിടെ നിന്നും ഇങ്ങനെ കൊടുക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ ബ്ലെൻഡിങ് സ്റ്റെമ്പ് എടുത്ത് നമ്മൾ ഈ ഒരു ഭാഗം ഒന്ന് ബ്ലെൻഡ് ആക്കുക. ഇത് ഇങ്ങനെ ഇട്ടങ്ങ് ഉരച്ചാൽ മാത്രം മതി, ഇതങ്ങ് ബ്ലെൻഡ് ആയിക്കോളും. ഈ ബ്ലെൻഡിങ് സ്റ്റെമ്പിന് ഈ ഒരു കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് ഇങ്ങനെ കറുപ്പ് ഭാഗമായി കഴിയുമ്പോൾ നമ്മൾ ഈ സാൻഡ് പേപ്പർ ഉണ്ടല്ലോ, ഈ പെയിന്റ് കടയിലൊക്കെ മേടിക്കുന്നുണ്ടോ, ആ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നമ്മളത് ഒന്ന് ഉരച്ച് അതങ്ങ് പോകും. അതിനടുത്ത് നമുക്ക് ഉപയോഗിക്കാനുള്ളതാവും. ഇതുപോലെ നമ്മൾ ബ്ലെൻഡ് ചെയ്യുക. ഇതുപോലെ സർക്കിൾ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ നമ്മളിതാ ഈ ഒരു ഭാഗം ഇത്രയും കഴിഞ്ഞു. അത് കഴിയുമ്പോൾ നമുക്ക് വേണ്ടത് ഈ ഒരു ലൈന് പെർഫെക്റ്റ് ആക്കി കൊടുക്കുക. വേണ്ടാത്ത വരകൾ മായ്ക്കുക. അന്നേരം എന്താ ഈ ഒരു അടിഭാഗം, കണ്ണിന്റെ ഈ സൈഡ് ഭാഗങ്ങൾ നമുക്കൊരു ഡാർക്ക്നെസ് വേണം. അത് കഴിയുമ്പോൾ നമ്മളിതാ ഇത് കണ്ടോ, ഇവിടെ നമ്മളൊരു ഇങ്ങനെ കൊടുക്കും. നൈസായിട്ട് ഇതുപോലെ എല്ലായിടവും കൊടുക്കുക കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇത്ര അളവിലൊരു ലൈൻ കൊടുക്കുക. ഇതാണ് നമ്മുടെ കണ്ണിന്റെ ഒരുവിധം പണി നമ്മുടെ കഴിഞ്ഞു. ഒരു മെയിനായിട്ടുള്ളൊരു പണി കഴിഞ്ഞു. അത് കഴിയുമ്പോൾ ഇവിടെ ഒന്ന് ബ്ലെൻഡ് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു മെക്കാനിക്കൽ പെൻസിൽ കൊണ്ട് ഒരു ചെറിയൊരു ഇതിവിടെ നൈസായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അത് നമ്മളിത് അതുപോലെ ഒന്ന് ബ്ലെൻഡ് ആക്കി ഇത്രയും കഴിഞ്ഞ ഉടനെ നമ്മളിതാ ഈ ഒരു പെൻസിൽ എടുത്ത് ഇവിടുന്ന് നമ്മളൊരു ഷെയ്ഡ് കൊടുക്കുക. ഇവിടെയും ഷെയ്ഡ് ഇങ്ങനെ കൊടുക്കുക.
ബ്ലെൻഡ് ആക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ഈ ഒരു പെൻസിൽ, മെക്കാനിക്കൽ പെൻസിൽ എടുത്ത് ഇവിടുന്ന് നമ്മളൊരു ചെറിയൊരു രീതിയിൽ ലൈൻ കൊടുക്കുക, ഇങ്ങനെ ഷെയ്ഡ് കൊടുക്കുക. അതിങ്ങനെ ഷെയ്ഡ് ചെയ്ത് നൈസായിട്ട് കൊടുക്കുക. അതിനുശേഷമാണ് നമ്മുടെ ഈ ഒരു പെൻസിലല്ല, ഇറേസർ, മോണോ ഇറേസർ, നമ്മൾ നൈസായിട്ട് ഒരു വര കൊടുക്കുക. ഇവിടെ നമ്മളൊരു ചെറിയ തോതിൽ ഒന്ന് മായ്ച്ചു കൊടുക്കുക. ഇനി നമ്മുടെ ആ ഒരു പാർട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു പെട്ട ആരും ഈ വരയ്ക്കാൻ തുടക്കക്കാർക്ക് ആർക്കും അറിയാത്തൊരു ഭാഗം, കണ്ണിന്റെ എവിടാണ് പീലി വരയ്ക്കുമ്പം ഒരു ഭാഗമുണ്ട്. ആ ഭാഗമാണ് ആർക്കും കൂടുതലും ഡൗട്ട്. അന്നേരം ഈ ഒരു ഭാഗം നമ്മൾ ഒന്ന് ഷെയ്ഡ് വരാത്ത രീതിയിൽ ഒരു വര കൊടുക്കണം. ഇതുപോലെ കൊടുക്കുക. ഇതിനു ശേഷം നമ്മൾ ഒരു ഒൾബി എടുത്തുകൊണ്ട് ഇവിടെ ഒരു നല്ലൊരു രീതിയിൽ മേപ്പോട്ട് ഇങ്ങനെ വരത്തക്ക രീതിയിൽ ഒരു ഷെയ്ഡ് ഡാർക്കായിട്ട് കൊടുത്തു. നൈസായിട്ട് അകത്തോട്ട് ഇവിടെ തറയെന്ന് നൈസായിട്ട് മേളിൽ നിന്ന് ഡാർക്കായിട്ട്. ഈ ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ നോക്കുക. മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അന്നേരം നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, നമ്മുടെ കണ്ണ് എപ്പോഴും, ഇത് ഞാൻ വരച്ചേക്കുന്നത് ലെഫ്റ്റ് സൈഡിലെ കണ്ണാണ്. നമ്മുടെ കണ്ണിന്റെ പീല് ഇങ്ങോട്ടായിരിക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇങ്ങനെയാണ് പീലേക്ക് കൊടുക്കേണ്ടത്. ഇതിനുശേഷമാണ് ഇതിന്റെ സസ്പെൻസ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും ഈ അകത്തുനിന്നാണ് നമുക്കിത് പോകേണ്ടത്. ഈ അകത്തുനിന്ന് പോകേണ്ട ഭാഗം നമ്മൾ അതുപോലെ തന്നെ ആക്കി കൊടുക്കുക. ഈ പീലിയുടെ ഇവിടം നിങ്ങൾ കണ്ടോ, ഇത് നമ്മൾ ഇവിടുന്ന് കുറേ പീലി ഉണ്ടല്ലോ, ഇങ്ങനെ ദൂരെ അല്ലല്ലോ. ആ പീലികൾ ഇങ്ങനെ കൊടുക്കുക, ഇങ്ങനെയും കൊടുക്കുക. അതുപോലെ തന്നെ എല്ലായിടവും നമ്മൾ ഈ ഒരു പെൻസിൽ മാറ്റിക്കൊണ്ട് നമ്മൾ ഒരു 8B or 5B എടുത്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കുക. അതുപോലെ തന്നെ തറയിലും നമ്മൾ പീലി കൊടുക്കേണ്ടത് അതാണ്ട് ഇതുപോലെ ഇങ്ങോട്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട്, ഇങ്ങോട്ട്, ഇത്രയും ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെയും കൊടുക്കുക. ഒരു ഭാഗത്ത് ചെറിയൊരു വൈറ്റ് നമ്മൾ കൊടുക്കണം കേട്ടോ, നല്ലൊരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. ചെറുതായിട്ട് മതി. അതാണ് ഞാൻ ഷെയ്ഡ് ചെയ്തതിന് ശേഷം നമ്മളിത് മായ്ച്ചിട്ട് കൊടുത്തത്. പിന്നെ അവസാനമായി നമ്മൾ ഈ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്യുക. ബ്ലെൻഡിങ് സ്റ്റെമ്പ് എടുത്ത് ഇതങ്ങ് ലയിപ്പിക്കുക.
ഇനി നമ്മുടെ ഈ കണ്ണിലെ ചെറിയ ചെറിയ നരമ്പുകളുണ്ടല്ലോ, അത് ഈ ഒരു നൈസി പെൻസിൽ കൊണ്ട് ഇങ്ങനെ ഒരു ലൈൻസ് ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കുക. ഒരു ഷെയ്ഡ് ചെറുതായിട്ട് ഇങ്ങനെ ചെയ്ത് അപ്പോൾ നമ്മുടെ ഈ കണ്ണിൻ്റെ ഒരുവിധം പണി കഴിഞ്ഞിട്ടുണ്ട്. ഒരുവിധം അല്ല, ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അന്നേരം നമുക്ക് ഈ ഒരു കണ്ണിന് എറുപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ ഒന്നിറക്കി ഒന്നിറക്കി കൊടുക്കുക. അന്നേരം ഒരു വിധമെങ്കിലും നിങ്ങൾക്ക് ബ്ലെൻഡിങ് സ്റ്റെമ്പിനെ കുറിച്ചുള്ളൊരു വിവരം കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. അന്നേരം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അഥവാ എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ അതിനകത്ത് മെസ്സേജ് അയച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുകയോ ചെയ്യാം.